ഹായ് എവരിവൺ, എല്ലാവർക്കും മത്തായിശം വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്കിൻ ട്രാൻസ്ഫോർമേഷൻ വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുവാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യാം, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് ഡയറക്റ്റ് വീഡിയോയിലേക്ക് തന്നെ പോവാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു സ്കിൻ ട്രാൻസ്ഫോർമേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, നമുക്കറിയാം സ്കിൻ കെയർ എന്താണെന്നുള്ളത് നമുക്ക് ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പം നമ്മുടെ സ്കിൻ കളർ ചേഞ്ച് ചെയ്യില്ല, അല്ലെങ്കിൽ നമുക്ക് ഒരു ട്രാൻസ്ഫോർമേഷൻ സാധിക്കില്ല എന്നൊക്കെ വിചാരിക്കുകയാണെങ്കിൽ അത് വെറും തോന്നൽ മാത്രമാണ്. അപ്പോൾ എൻ്റെ ഒരു 2-3 വർഷം മുൻപുള്ളൊരു ഫോട്ടോ ഞാൻ നിങ്ങൾക്ക് ഇതിന് മേളിൽ ഇവിടെ കൊടുത്തേക്കാം. അപ്പോൾ അതിൽ നിന്ന് ഇപ്പോൾ ഇത്രയും ചേഞ്ച് ആകാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്ത കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഒന്ന് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു വേൾഡിൽ നമുക്ക് നമ്മുടെ സൗന്ദര്യം, അല്ലെങ്കിൽ നമ്മുടെ ഗ്ലാമർ, നമ്മുടെ ഫിറ്റ്നസ്, നമ്മുടെ ഹെയർ, നമ്മുടെ ബ്യൂട്ടിയൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ നമ്മളിതൊക്കെ ശ്രദ്ധിക്കേണ്ടതും വളരെ ആവശ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. നമ്മുടെ സ്കിൻ കെയർ എന്ന് പറഞ്ഞാൽ ഒരിക്കലും വെളുത്ത് പാറുക എന്നുള്ളതല്ല, വെളുത്തിട്ട് പാറുക എന്നുള്ളതേ അല്ല. നമുക്കറിയാം നമ്മുടെ സ്കിൻ കെയർ ചെയ്യുമ്പോഴും അതിന് മുൻപുള്ള നമ്മളുടെ ബോഡി അല്ലെങ്കിൽ നമ്മളുടെ കളർ എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തം തന്നെയായിരിക്കും. കാരണം നമുക്കറിയാം നമ്മളുടെ ഷർട്ട് ഇടുന്ന സമയത്ത് ഈ ഷർട്ടിൻ്റെ ഇവിടുന്ന് മേലേക്കുള്ള ഭാഗവും ഇവിടുന്ന് താഴേക്കുള്ള ഭാഗവും തമ്മിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടായിരിക്കും അല്ലേ. നമ്മളുടെ സ്കിന്നിൻ്റെ ഒരു ടെക്സ്ചർ ഉണ്ട്, അതായത് നമ്മൾ ജനിക്കുമ്പോൾ നമുക്കൊരു സ്കിൻ കളറുണ്ട്. ആ കളറിനെ നിലനിർത്തുക എന്നുള്ളതാണ് സ്കിൻ കെയർ എന്നുകൊണ്ട് തന്നെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാനൊരു 2-3 വർഷം മുമ്പൊന്നും എന്നെ ശ്രദ്ധിച്ചിരുന്നില്ല. അപ്പോൾ എന്നെ നല്ല രീതിയിൽ ഞാൻ ശ്രദ്ധിച്ചു തുടങ്ങിയപ്പോഴാണ് എൻ്റെ സ്കിൻ കളറൊക്കെ ചേഞ്ച് ചെയ്യാൻ തുടങ്ങിയതും കളർ മാറ്റം എനിക്ക് സംഭവിച്ചെന്ന് പറയുന്നത്. അതിനായി ഒന്നാമതായി എന്ന് പറയുന്നത് നമ്മുടെ സ്കിൻ ടൈപ്പ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഏതാണ് നമ്മുടെ സ്കിൻ ടൈപ്പ്? അതായത് നമുക്ക് നോർമലി ഡ്രൈ സ്കിൻ ഉണ്ട്, നോർമൽ സ്കിൻ ഉണ്ട്, ഓയിലി സ്കിൻ ഉണ്ട്, അല്ലെങ്കിൽ സെൻസിറ്റീവ് സ്കിൻ ഉണ്ട്, കോമ്പിനേഷൻ സ്കിൻ ഉണ്ട്, അങ്ങനെ ടൈപ്പ് ഓഫ് സ്കിൻ ടൈപ്പുകളുണ്ട്. അപ്പോൾ നമ്മുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതിന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം സ്കിൻ കെയർ തുടങ്ങുക. ഒന്നാമതായി നമ്മൾ ഫേസിലേക്ക് വരികയാണെങ്കിൽ നമ്മളുടെ ഫേസിൽ സോപ്പ് ഉപയോഗിക്കാനേ പാടില്ല എന്നുള്ളതാണ്. ഞാൻ നല്ല രീതിയിൽ സോപ്പ് ഉപയോഗിക്കും. നമ്മൾ ബോയ്സ് എന്ന് പറയുകയാണെങ്കിൽ അങ്ങനെ അധികം സ്കിൻ കെയർ കാര്യങ്ങളെപ്പറ്റി ഒന്നും വലിയ ബോധമല്ലായിരിക്കാം. പക്ഷേ അങ്ങനെ ശ്രദ്ധിക്കുന്ന ആളുകളാണെങ്കിൽ ഒന്നാമതായി നമ്മളുടെ ഫേസിൽ സോപ്പ് അപ്ലൈ ചെയ്യാനേ പാടില്ല. നമ്മളുടെ സ്കിൻ ടൈപ്പിനനുസരിച്ചുള്ള ഏതെങ്കിലും ഒരു ഫേസ് വാഷ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മളുടെ വീട്ടിലുള്ള എന്തെങ്കിലും ഹോം DIY വെച്ചിട്ട് ഫേസ് ക്ലെൻസ് ചെയ്യുക. നമ്മുടെ മിൽക്ക് നല്ലൊരു ക്ലെൻസറാണ്. അതുപോലെ തന്നെ ഓട്സ് പൗഡർ, പിന്നെ ഓയിലി സ്കിന്നുള്ളവരൊക്കെ ആണെങ്കിൽ പയറ് പൊടി, ഇതൊക്കെ വെച്ചിട്ട് നമ്മുടെ സ്കിന്ന് വാഷ് ചെയ്യാവുന്നതാണ്. ഒരിക്കലും മൈൽഡായിട്ടുള്ള സോപ്പാണെങ്കിലും ഒരു ടൈപ്പ് ഓഫ് സോപ്പും ഫേസിൽ അപ്ലൈ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. പിന്നെ എന്ന് പറയുന്നത് നമ്മളുടെ സ്കിൻ കെയറിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ട ഒരു കാര്യമാണ് മോയ്സ്ചറൈസർ എന്ന് പറയുന്നത്. നമ്മളുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ച് ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്തേ പറ്റുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ് നമ്മൾ ക്രീമുകൾ ഉപയോഗിക്കുന്നത്. അതായത് ഈ ഗാർണിയർ അല്ലെങ്കിൽ ഫെയർ ആൻഡ് ഹാൻസം അതുപോലുള്ള ക്രീമുകളൊക്കെ നമ്മൾ പകൽ ഉപയോഗിച്ച് പുറത്തു പോകുന്ന ആ ഒരു ടെൻഡൻസി ഉണ്ട്. അത് പൂർണ്ണമായിട്ട് നമ്മൾ ഒഴിവാക്കണം. കാരണം പുറത്തു പോകാൻ മസ്റ്റായിട്ട് നമ്മളൊരു സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. സൺസ്ക്രീൻ ഉണ്ടെങ്കിൽ നമ്മളുടെ ഒരു സ്കിൻ കളറിനെ ഒരു പരിധി വരെ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. ഒരിക്കലും ഇത് ഭയങ്കരമായിട്ട് വെളുക്കുക എന്നുള്ളതല്ല, അതിലുപരി നമ്മുടെ സ്കിന്നിൻ്റെ ഒരു യഥാർത്ഥ ടെക്സ്ചർ നമുക്ക് നിലനിർത്തി കൊണ്ടുപോകാൻ നമ്മളെ സഹായിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ അതുപോലത്തെ ക്രീമുകളൊക്കെ എന്താ പറയുക, ഡയറക്റ്റ് അപ്ലൈ ചെയ്ത് നമ്മൾ വെയിലത്തേക്ക് ഇറങ്ങാൻ പാടില്ല എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ കുറച്ച് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരുപാട് നമ്മളുടെ കളറിന് ചേഞ്ച് ആകാനും അല്ലെങ്കിൽ നമ്മളുടെ യഥാർത്ഥ ടെക്സ്ചർ നിലനിർത്തി കൊണ്ടുപോകാനും നമുക്ക് സാധിക്കും. അതുപോലെ തന്നെയാണ് നമ്മുടെ ശരീരം ഹൈഡ്രേറ്റ് ആക്കുക എന്നുള്ളത്. നല്ല രീതിയിൽ വെള്ളം കുടിക്കുക നല്ല രീതിയിൽ വെള്ളം കുടിച്ചാൽ നമ്മുടെ ശരീരത്തിന് നല്ല ഹൈഡ്രേഷനാണ്. അതുപോലെ തന്നെ സ്കിൻ ഗ്ലോ ചെയ്യാനും നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മൾക്ക് അതുപോലെ ആവശ്യമില്ലാത്ത പ്രൊഡക്ട്സ് കൂടുതലായിട്ട് മാറ്റി യൂസ് ചെയ്യാതിരിക്കുക. നമ്മുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് അറിഞ്ഞിട്ട് അതിനനുസരിച്ചുള്ള ഒരു ക്രീം നമുക്ക് മനസ്സിലാക്കിയിട്ട് ശേഷം മാത്രം അതുപോലത്തെ പ്രൊഡക്ട്സ് ഉപയോഗിക്കുക. അതുപോലെ ഫേസ് വാഷ് ആണെങ്കിലും മോയ്സ്ചറൈസർ ആണെങ്കിലും അതുപോലെ തന്നെ സൺസ്ക്രീൻ, ഈ 3 കാര്യവും വളരെ മസ്റ്റാണ്. ഈ 3 കാര്യങ്ങളും യൂസ് ചെയ്താൽ തന്നെ നമ്മുടെ സ്കിന്നിന് നല്ലൊരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കും. അതുപോലെ തന്നെ നല്ല രീതിയിൽ വെള്ളം കുടിക്കുക. എല്ലാവർക്കും നമ്മളെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ സെൽഫായിട്ട് സ്നേഹിക്കുന്ന എല്ലാവർക്കും നമ്മുടെ സ്കിന്നിനെയും അല്ലെങ്കിൽ ബോഡിയെയും നമ്മുടെ ഹെയറും ഫിറ്റ്നസ്സും ഒക്കെ നോക്കിയാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്.